Meet the editors. ഹലോ, ഗുഡ് ഈവനിങ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കോൺഗ്രസ് നേതൃത്വത്തെ വീണ്ടും വെട്ടിലാക്കിയിരിക്കുകയാണ് പ്രവർത്തക സമിതി അംഗവും മുതിർന്ന നേതാവുമായ ശശി തരൂർ MP. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നിയുക്ത ന്യൂയോർക്ക് മേയർ സുഹ്റാൻ മംദാനിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഇത്തവണത്തെ പ്രഹരായുധം. തരൂരിന് പിന്നാലെ കാർത്തി ചിദംബരം കൂടി നേതൃത്വത്തിനെതിരെ ഒളിയുമ്പുമായി എത്തിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ പ്രകോപനങ്ങളോട് തൽക്കാലം പ്രതികരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. അടുത്തിടെയായി രാജ്യത്തെ പ്രധാന വാർത്താ മാധ്യമങ്ങളുടെ ഫാക്ട് ചെക്ക് കോളങ്ങളിൽ നിറയുന്ന വാർത്താ തലക്കെട്ടാണിത്. വസ്തുതാ പരിശോധനയിൽ ഇല്ലെന്ന് മാധ്യമങ്ങൾ ഉറപ്പിക്കുന്നുണ്ടെങ്കിലും ആകാശം ആരുടെയും സ്വന്തമല്ലെന്ന് വീമ്പ് പറഞ്ഞ ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് വഴിതേടി തുടങ്ങിയിട്ട് നാളുകളേറെയായി. പോകുന്നുവെങ്കിൽ സ്വന്തം നിലയ്ക്ക് പോവട്ടെ എന്നാണ് ഇപ്പുറത്ത് നേതൃത്വത്തിന്റെ കട്ടായം. ഒളിയമ്പുകൾക്ക് ഇടം കൊടുത്ത തരൂരിനൊരു രക്തസാക്ഷി പരിവേഷം നൽകേണ്ടെന്ന് നേതൃത്വവും കൽപ്പിച്ചു നിൽക്കുന്നതിനാൽ തരൂർ കോൺഗ്രസ് ചെയ്ത സമരം അടുത്തൊന്നും അവസാനിക്കുന്ന മട്ടില്ല. 2022 ഒക്ടോബറിൽ AICC അധ്യക്ഷനാകാൻ മത്സരിച്ച തരൂർ മല്ലികാർജ്ജുൻ ഖാർഗെയോട് പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഈ തൊഴുത്തിൽ കുത്തു തുടങ്ങിയത്. BJP നേതാക്കളെപ്പോലും തോൽപ്പിക്കും വിധം മോദി സ്തുതി പറഞ്ഞും കോൺഗ്രസിൽ ഗാന്ധി കുടുംബവാഴ്ചയാണെന്ന ലേഖനങ്ങൾ എഴുതിയും യുദ്ധപ്രഖ്യാപനങ്ങൾ എമ്പാടുമായി. ഏറ്റവും അവസാനമിതാ അമേരിക്കൻ രാഷ്ട്രീയത്തെ കൂട്ടുപിടിച്ചാണ് തരൂരിന്റെ പ്രകോപനം. നിയുക്ത ന്യൂയോർക്ക് മേയർ സുഹ്റാൻ മംദാനിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നടത്തിയ കൂടിക്കാഴ്ചയെ ചൂണ്ടിക്കാട്ടി ഇന്ത്യയിൽ ഇത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് തരൂർ എക്സിൽ കുറിച്ചു. രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെച്ചുള്ള തരൂരിയൻ പോരാട്ടത്തിൽ പങ്കാളിയായി AICC തെരഞ്ഞെടുപ്പിൽ തരൂരിനെ പിന്തുണച്ച കാർത്തി ചിദംബരവും രംഗത്തിറങ്ങിയിട്ടുണ്ട്. സ്വയം ഒരുക്കിയ മായിക ലോകത്തിനപ്പുറത്ത് ആരെയും കേൾക്കാൻ അവർ തയ്യാറല്ലെന്ന മുൻ ഇംഗ്ലീഷ് ക്രിക്കറ്റ് താരം ജെഫ്രി ബോയ്ക്കോട്ടിന്റെ പരാമർശം പങ്കുവച്ചാണ് കാർത്തിയുടെ രംഗപ്രവേശം. ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുർബലാവസ്ഥയിലും പാർട്ടിയെ ഉള്ളിൽ നിന്ന് തുരങ്കം വെക്കുന്ന പ്രകോപനത്തോട് തൽക്കാലം അതേ നാണയത്തിൽ പ്രതികരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പടിവാതിക്കൽ നിൽക്കെ വിമർശനങ്ങളിലൂടെ തരൂരിന് പ്രാധാന്യം നൽകി പാർട്ടിയെ പ്രതിരോധത്തിലാക്കരുതെന്ന് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്കുൾപ്പെടെ ദേശീയ നേതൃത്വം കർശന നിർദ്ദേശം നൽകിയെന്നാണ് വിവരം. തരൂരിനെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ച രാജ്മോഹൻ ഉണ്ണിത്താനും MM ഹാസനും പിന്നീട് നാവടക്കിയത് നേതൃത്വത്തിന്റെ ഈ നിർദ്ദേശം അനുസരിച്ചാണത്രേ. കോൺഗ്രസ് പിളരുമെന്ന് നരേന്ദ്രമോദി ആവർത്തിക്കുന്നതിൽ തരൂരിയൻ പോരാട്ടങ്ങൾക്ക് പങ്കുണ്ടോ? തുനിഞ്ഞിറങ്ങിയോ തരൂർ എന്നാണ് ചോദ്യം. ശശി തരൂർ ഒരു പ്രവർത്തക സമിതി അംഗമാണ്. പക്ഷേ പ്രവർത്തക സമിതി അംഗത്തിൻ്റെ അല്ല, കോൺഗ്രസിലെ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമാണ് ഇപ്പോൾ തരൂരിന്. കോൺഗ്രസിനുള്ളിലെ പ്രതിപക്ഷ നേതാവാണോ ഇപ്പോൾ തരൂർ? തുനിഞ്ഞിറങ്ങുകയാണോ? തുനിഞ്ഞിറങ്ങിയിട്ടാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ തുനിഞ്ഞിറങ്ങൽ നമ്മൾ എത്ര തവണയായി ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഓരോ തവണയും തരൂർ വീണ്ടും പുതിയ പ്രതികരണങ്ങളുമായിട്ടാണ് വരുന്നത്. ഇത്തവണയും അങ്ങനെ വന്നിരിക്കുന്നു. അസംബന്ധ രാഷ്ട്രീയമാണ് തരൂർ പറയുന്നതെന്നുള്ളതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അവസരവാദികളിൽ ഏറ്റവും വലിയ അവസരവാദികളിൽ ഒരാളായി തരൂർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തവണ ഇപ്പോൾ പറയുന്നത് എന്താണ്? ഡൊണാൾഡ് ട്രംപും മംദാനിയും ന്യൂയോർക്ക് മേയറും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇങ്ങനെ വേണം ജനാധിപത്യമായാൽ എന്നുള്ളതാണ്. മംദാനി ഡൊണാൾഡ് ട്രംപിൻ്റെ എല്ലാ നയങ്ങളെയും അംഗീകരിച്ചിട്ടുകൊണ്ടാണ് ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്. ഒരു മേയർക്ക് ഉറപ്പായിട്ടും ആ പ്രസിഡന്റുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച വേണ്ടി വരും. അവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വേണ്ടി വരും. അതിനർത്ഥം രാഷ്ട്രീയം അങ്ങോട്ട് അവിടെ അടിയറ വെച്ചു എന്നല്ലല്ലോ. ശക്തമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് മംദാനി അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് നമ്മുടെ രാജ്യമടക്കം എത്രത്തോളം അത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റാണ്. അദ്ദേഹത്തെ ട്രംപ് പരിഹസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് എന്നാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ല. അപ്പോൾ എന്തായാലും മംദാനിയും ഈ ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ വേണം ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. വിവിധ പാർട്ടികൾ, ഇപ്പോൾ കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും മത്സരിച്ച ശേഷം ഒരു പാർട്ടി അങ്ങ് വിജയിക്കുകയാണ്. അപ്പോൾ BJP ആണല്ലോ അതിൽ വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ നയങ്ങളെ, ആ സർക്കാരിൻ്റെ നയങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അവർക്കൊപ്പം നിന്ന് ചേർന്ന് പ്രവർത്തിക്കുക. ഇതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് രാഷ്ട്രീയമാണ്? ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യത്യസ്തമായ നിലപാടുകളുണ്ട്, നയങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെതായ ആശയങ്ങളുണ്ട്, CPMന് കൃത്യമായ പ്രത്യയശാസ്ത്രമുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അടിയറ വെച്ചുകൊണ്ട്
എന്താണോ BJP നയം അതിനനുസരിച്ച് മോദി എന്താണോ പറയുന്നത് അത് അംഗീകരിച്ചുകൊണ്ട് അതിന് പിന്തുണ നൽകിക്കൊണ്ട് ഭരിക്കണം, അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കണം, ആ ഭരണത്തിന് എല്ലാ പിന്തുണയും നൽകണം എന്നാണ് ഇപ്പോൾ തരൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു കരിയറിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യയശാസ്ത്രവും ഇല്ല, അദ്ദേഹത്തിനൊരു ആശയവുമില്ല എന്ന് വ്യക്തമാക്കുകയാണ്. അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല, ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ തരൂർ ഇപ്പോൾ എങ്ങനെയാണ് തലസ്ഥാനത്തു നിന്നും വിജയിച്ചത്, ഇവിടെ തിരുവനന്തപുരത്തു നിന്നും വിജയിച്ചത്? മതേതര വോട്ട് നേടിയിട്ടാണ് തരൂർ വിജയിച്ചിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെയാണെങ്കിൽ വേണ്ടത് ആ മതേതര വോട്ട് വിജയിച്ച MP സ്ഥാനം രാജിവെച്ചിട്ട് അദ്ദേഹം പുതിയ ആശയവുമായിട്ടൊക്കെ പോകുന്നതാണ് നല്ലത്. അദ്ദേഹം അതിനുള്ള ധൈര്യം അദ്ദേഹം കാണിക്കുകയാണ് വേണ്ടത്. പകരം ഈ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് ഏറ്റവും പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, കുഴപ്പങ്ങളില്ല എന്നുള്ളതല്ല, അതിനകത്ത് സംസാരിക്കേണ്ട ആളാണ് ഈ പ്രവർത്തക സമിതി അംഗമായ തരൂർ. അത് ചെയ്യുന്നതിന് പകരം പുറത്ത് വിളിച്ചു പറഞ്ഞ് നടക്കുകയാണ്. നമ്മൾ നേരത്തെയൊക്കെ തരൂരിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ, അല്ലെങ്കിൽ തരൂരിൻ്റെ ഭാഷാ പാണ്ഡിത്യം ഇതൊക്കെ കേൾക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ വളരെ രസമുള്ള കാര്യമാണ്, അതെപ്പോഴും വാർത്തകളിൽ വരാറുമുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ അസംബന്ധങ്ങളാണ്, അതായത് പാർട്ടിക്കെതിരായ അസംബന്ധങ്ങളാണ് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നത്. അത് പാർട്ടിയെ ദുർബലപ്പെടുത്തുക എന്ന രീതിയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ അതിനോട് പ്രതികരിക്കേണ്ടതില്ല എന്ന തീരുമാനം ആദ്യഘട്ടത്തിലൊക്കെ പല നേതാക്കളും പ്രതികരിച്ചിരുന്നു. പ്രതികരിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു പ്രശസ്തിയുണ്ട്. അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വാർത്തകൾ വരും, ആ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല. അദ്ദേഹം തന്നെ കൊഴിഞ്ഞു പോകുമെങ്കിൽ കൊഴിഞ്ഞു പോകട്ടെ, അദ്ദേഹം പ്രചാരണത്തിന് വരുന്നെങ്കിൽ വരട്ടെ, അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു പോവുകയാണെങ്കിൽ പോകട്ടെ, അതങ്ങനെ ആ വഴിക്ക് അങ്ങ് പോയിക്കോട്ടെ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിക്കുന്നത്. പക്ഷേ അത് എത്ര കാലം പറ്റും എന്നൊരു ചോദ്യമുണ്ട്, എത്രത്തോളം സഹിക്കും എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പാണ്, ആ തെരഞ്ഞെടുപ്പിൽ ശബരിനാഥിന് വേണ്ടി അവിടെ തലസ്ഥാനത്ത് വോട്ട് ചോദിക്കാനൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അവിടെ തലസ്ഥാനത്ത് അദ്ദേഹത്തെ കാണുന്നുണ്ട്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ശബരിനാഥിന് ഗുണം ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതിപ്പോൾ ഗുണം ചെയ്യുന്നത് BJPക്കാണ്. BJPയിൽ നിന്നും പല കാര്യങ്ങളായി അദ്ദേഹത്തെ BJP എങ്ങനെയൊക്കെ പരിഗണിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എങ്ങനെയൊക്കെ പരിഗണിച്ചു എന്ന് നമ്മൾ കണ്ടാണ്. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ UN നിന്നും ഈ സമയത്താണ് അദ്ദേഹം UN നിന്നും വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം BJPയിലേക്ക് ചേരുമായിരുന്നു. അതായത് വിജയിക്കുന്ന രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുക എന്നൊരു രാഷ്ട്രീയം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അതിലപ്പുറം ഒരു ആശയമോ പ്രത്യയശാസ്ത്രമോ അദ്ദേഹത്തിനില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ വികസനത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നു, മോദിക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ BJP സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് ഇപ്പോൾ അവിടെ അയോധ്യയിൽ പള്ളി നിന്നെടുത്ത് ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിനെ പിന്തുണയ്ക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്വാനി മഹാനാണെന്നാണ്. അവിടെ ഒരു രഥയാത്ര നടത്തി ഇവിടെ വർഗീയമായ ഒരു സംഘർഷത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുവച്ചതിൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്തമുള്ള LK അദ്വാനി ഒരു മഹാനാണ് ഇപ്പോൾ ശശി തരൂരിന്. അങ്ങനെയുള്ള ഒരാൾ ഇനി എന്തിനാണ് കോൺഗ്രസിൽ തുടരുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇങ്ങനെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ ചിലപ്പോൾ ഇനിയും തരൂരിൻ്റെ ഇത്തരം പ്രസംഗങ്ങൾ നമ്മൾ ഇനിയും ചർച്ച ചെയ്തിരിക്കും. കോൺഗ്രസ് എത്ര കാലം ഇത് സഹിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കാർത്തി ചിദംബരത്തിൻ്റെ ഒരു മുനവച്ചുള്ള വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാവുന്ന ഒരു എക്സ്പോസ്റ്റാണല്ലോ അപ്പോൾ പറയുന്നത്. കാർത്തി ചിദംബരത്തിനും ഒരുപാട് കേസുകളുണ്ട് അല്ലേ? അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അവസ്ഥ ഓർത്താൽ മതി. ചിദംബരത്തെ എങ്ങനെയാണ് അന്ന് കേന്ദ്ര ഏജൻസി മതിൽ ചാടിക്കടന്ന് കുത്തിനു പിടിച്ച് കൊണ്ടുപോയതെന്ന്. അപ്പോൾ അതൊന്ന് ഓർത്താൽ മതി. അപ്പോൾ ചിദംബരത്തിൻ്റെ ചില ലേഖനങ്ങളും ചില ഘട്ടങ്ങളിൽ അല്ലേ ഒരു ചെറിയൊരു നയവ്യതിയാനം വരുന്ന ലേഖനങ്ങൾ നമ്മൾ കാണുന്നത് ഭയത്തിൽ നിന്ന് വരുന്നതാണ് അതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തരൂരിനെ സംബന്ധിച്ച് ഭയമല്ല, എന്തോ നേടാനുള്ളതാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സിനിമയിൽ ജഗതി നിലത്ത് പായ വിരിച്ച് കിടക്കുന്നു, റോഡിൽ പായ വിരിച്ച് കിടക്കുന്നുള്ളൂ, എന്നെ അങ്ങ് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ എന്നെ ഒന്ന് പുറത്താക്കൂ, നിങ്ങളെന്താ എന്നെ പുറത്താക്കാത്ത എന്ന രൂപത്തിൽ പായ വിരിച്ചങ്ങനെ കിടക്കുകയാണ്. കോൺഗ്രസ് മൈൻഡ് ചെയ്യുന്നില്ല. ഈ മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് ഇപ്പോൾ നല്ലത് എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. പക്ഷേ എത്ര കാലം അങ്ങനെ പോകും എന്നറിയില്ല. ഏതായാലും തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു അസംബന്ധ രാഷ്ട്രീയവുമായി അവസരവാദിയായി തരും. ജിമ്മി, ഇത് തുടർച്ചയായിട്ടാണ് മോദി സ്തുതികളിലൂടെ പാർട്ടിയെ വെട്ടിലാക്കുന്ന പാർട്ടിയുടെ നയങ്ങൾക്കെതിരായ പ്രസ്താവനകളിലൂടെ ശശി തരൂർ വരുന്നത്. ശശി തരൂരിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിന് ഷെഹസാദ് പൂനവാല BJPയുടെ സ്പോക്ക് പേഴ്സൺ കൊടുത്തിരുന്ന ഒരു ടാഗ് എന്ന് പറയുന്നത് വൺ മോർ ഫത്വ ലോഡിങ് അഗെയിൻസ്റ്റ് ശശി തരൂരിനെതിരെ കോൺഗ്രസിൻ്റെ ഉള്ളിലൊരു ഫത്വ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നാണ്. ബട്ട് വിൽ രാഹുൽ ഗാന്ധി ഗെറ്റ് ദ മെസ്സേജ്? രാഹുൽ ഗാന്ധി ഈ സന്ദേശം മനസ്സിലാക്കുമോ എന്നാണ് പറയുന്നത്. ആരാണ്? BJPയുടെ സ്പോക്ക് പേഴ്സൺ ശശി തരൂരിനെ റീട്വീറ്റ് ചെയ്തുകൊണ്ട് നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. കൂടുതൽ കുരുക്കിലാക്കുകയാണോ തരൂർ? തുനിഞ്ഞിറങ്ങുകയാണോ തരൂർ? ശശി തരൂർ എത്രാം തവണയാണ് മോദിക്ക് അനുകൂലമായിട്ടും കോൺഗ്രസിനെ ബുദ്ധിമുട്ടിച്ചും ഇതുകൊണ്ടകം പ്രസ്താവന നടത്തിയിട്ടുള്ളത്? ചുമ്മാ ഒന്ന് ഗൂഗിൾ തിരഞ്ഞാൽ, നിങ്ങൾ AI ചോദിച്ചാൽ അസംഖ്യം തവണ എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മൾ എണ്ണിയെടുത്താൽ തന്നെ ഒരു 10 തവണയുണ്ട്. 2014 മോദി അധികാരത്തെത്തിയതിനു ശേഷം സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നൊരു പരിപാടി തുടങ്ങിയപ്പോൾ ആദ്യമായി അതിനുവേണ്ടി ഇവിടെ ഇറങ്ങി. അന്ന് എല്ലാവരും കളിയാക്കി, പ്രതിപക്ഷം
വളരെ വലിയ പരിഹാസം തുടങ്ങിയപ്പോൾ സ്വന്തമായി ഇറങ്ങി ക്ലീനിങ് ഒക്കെ നടത്തിയ പാർട്ടിയാണ് ശശി തരൂർ. ഏത് തരൂർ? 50 കോടിയുടെ ഗേൾഫ്രണ്ട് എന്ന് സ്വന്തം ഭാര്യയെ വിളിച്ച മോദിയെ പിന്തുണച്ച ശശി തരൂരാണ് നമ്മൾ അന്ന് കണ്ടത്. അതിനുശേഷം ശശി തരൂർ പല തവണയായി, ഇതിനോടകം ഒരു 10 തവണ ശശി തരൂർ മോദിക്ക് അനുകൂലമായിട്ടും കോൺഗ്രസിനെതിരെ നിന്നിട്ടുണ്ട്. പക്ഷേ ഈ 2025 അതിൻ്റെ എണ്ണം കൂടുകയാണ്. ഇതിനോടകം 3-ാമത്തെയോ 4-ാമത്തെ തവണയാണ് ശശി തരൂർ കോൺഗ്രസിനെതിരെയും അതുവരെ മോദിക്ക് അനുകൂലമായിട്ടും പറഞ്ഞത്. ഈ കഴിഞ്ഞ മാസമാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത് ശശി തരൂർ എങ്ങനെയാണ് കുടുംബാധിപത്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും മെറിറ്റുള്ള ആളുകളെ തകർക്കുന്നതെന്ന് പറഞ്ഞത്. ആ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലാതെ ഞാനൊന്നും പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ ടൈമിങ്ങും ഇത്രയും കാലം ഇദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലായില്ലെന്ന ചോദ്യവും ബാക്കി നിൽക്കുകയാണ്. ഇന്ന് ശശി തരൂർ പറഞ്ഞത് ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും ദുർബലമായ ഒരു കോൺഗ്രസിനെ തോണ്ടലാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് വേണമെങ്കിൽ സോഹ്റാൻ മംദാനിയും ട്രംപും തമ്മിലുള്ള ചർച്ചയിൽ ആക്ച്വലി സത്യത്തിൽ ട്രംപാണ് സോഹ്റാൻ മംദാനിയെ പുകഴ്ത്തിയത്. ഇത്രയും നേരം ഇവൻ മണ്ടനാണ്, കമ്മ്യൂണിസ്റ്റാണ്, സോഷ്യലിസ്റ്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് സോഹ്റാൻ മംദാനി ഗംഭീര കക്ഷിയാണ് എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ വേണമെങ്കിൽ അംഗീകരിക്കുകയാണ് ചെയ്തത്. വേണമെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് ആലോചിക്കാം. തരൂർ വേണമെങ്കിൽ നാളെ പറയുകയും ചെയ്യാം ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, മോദി എല്ലാവരെയും അംഗീകരിക്കണം എന്ന് പറഞ്ഞാണെന്ന് വിചാരിക്കാം. പക്ഷേ ശശി തരൂരിൻ്റെ ബ്രഹ്മാസ്ത്രം വന്നത് ഒരാഴ്ച മുമ്പാണ്. നമ്മളാരും അങ്ങനെ ശ്രദ്ധിക്കാതെ പോയതാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിന് 4 ദിവസത്തിന് ശേഷം ഒരു സ്പെഷ്യൽ മറ്റേ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തെ കുറിച്ചുള്ള ഭാവി അതിനേക്കുള്ള ആക്രമണങ്ങളെക്കുറിച്ച് അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ കോൺഗ്രസിന് ഒരു യോഗം നടന്നു. ശശി തരൂർ അന്നത് പങ്കെടുത്തില്ല. അതേ ദിവസം രാംനാഥ് ഗോയങ്ക മെമ്മോറിയൽ ലെക്ചർ നടന്നിരുന്നു, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കോൺക്ലേവ്. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പങ്കെടുത്തത്. അതിൽ ശശി തരൂർ പങ്കെടുത്തു എന്ന് മാത്രമല്ല, ശശി തരൂരിൻ്റെ അതിനകത്തെ വരി വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം ട്വീറ്റ് ചെയ്തത്, എനിക്ക് വല്ലാതെ ചുമയും ജലദോഷവും ഉണ്ടായിട്ടും ഞാൻ പ്രധാനമന്ത്രിയുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. പ്രധാനമന്ത്രി ഒരു ഗംഭീര കക്ഷിയാണ് എന്ന് പറയുക മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ എക്കണോമിക് ഔട്ട്ലുക്കും കൾച്ചറൽ കോൾ ഫോർ ആക്ഷനും അതിഗംഭീരമാണ്. എല്ലാവരും പറയുന്നു പ്രധാനമന്ത്രി ഒരു മുഴുവൻ സമയ എലക്ഷൻ മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു എമോഷണൽ മോഡാണ്, ജനത്തിന് വേണ്ടിയാണ്. ഇത്രയൊക്കെ ശശി തരൂർ പറഞ്ഞു കഴിഞ്ഞു. അത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തേതൊന്നുമല്ല കേട്ടോ. സത്യത്തിൽ ഒരു കപ്പൽ മുങ്ങാൻ തുടങ്ങുമ്പോൾ ആദ്യം മനസ്സിലാകുന്നത് എലികളാണ് ചാടുക. ഒരു സർക്കാർ, ഒരു ഭരണം മാറുകയാണെങ്കിൽ അത് ആദ്യം മനസ്സിലാവുക ബ്യൂറോക്രാറ്റ്സിനാണ്. ഓർക്കുന്നുണ്ടോ, 2000 ഈ നൂറ്റാണ്ട് തുടങ്ങുമ്പോൾ LK അദ്വാനിയും വാജ്പേയിയും ഒക്കെ ചേർന്ന് ഇന്ത്യയിൽ ആദ്യമായി BJP ഒരു സർക്കാർ രൂപീകരണത്തിൻ്റെ ഘട്ടം വരുമ്പോൾ കേരളത്തിൽ BJPയിലേക്ക് പെട്ടെന്ന് മാറിയ ബ്യൂറോക്രാറ്റ്സിനെ ഓർമ്മയുണ്ടോ? വലിയ വന്ധ്യവയോധികരായ നമ്മൾ ഗംഭീര കക്ഷിയാണ് നിന്ന് ബാബു പോൾ സാർ അടക്കമുള്ള ആളുകൾ BJPയിലേക്ക് പോയി. പെട്ടെന്ന് ഒരു ദിവസം ഇരുട്ടി വിളിക്കുമ്പോൾ ഇവരൊക്കെ BJP ആവുകയാണ്. ബ്യൂറോക്രാറ്റ്സ്. അതേ ബ്യൂറോക്രാറ്റിക് മനസ്സുള്ള ഡൽഹിയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് പെട്ടിയുമായി UN ഇലക്ഷനിൽ തോറ്റ് തിരിച്ചു വന്ന ഒരു ബ്യൂറോക്രാറ്റാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അന്വേഷണ പരീക്ഷണങ്ങളിൽ അദ്ദേഹം ചെന്ന് കയറിയത് കോൺഗ്രസ്സിലാണ്. കാരണം അന്ന് കോൺഗ്രസ്സിലായിരുന്നു. ഇപ്പോൾ ഇന്ന് BJPയുടെ കാലത്താണ് അദ്ദേഹം വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ശശി തരൂർ BJPക്കാരനായനെ. അപ്പോൾ ആ ബ്യൂറോക്രാറ്റിക് മനസ്സുള്ള ശരിക്കും ഒരു ബ്യൂറോക്രാറ്റായ ശശി തരൂർ ഇപ്പോൾ കപ്പൽ മുങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ കപ്പൽ മുങ്ങി തീരാൻ പോവുകയാണ് എന്ന് പ്രതീക്ഷിക്കുകയും എന്ന് കരുതുകയും അദ്ദേഹം BJPയിലേക്ക് പോകാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ശശി തരൂരിനെ പോലെ ഒരു വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവിന് അങ്ങനെ പെട്ടെന്ന് BJPയിൽ പോകാനാവില്ല. അപ്പോൾ പരമാവധി മോദിയെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക, അങ്ങനെ കോൺഗ്രസിന് അലോസരം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. ഒരു രക്ഷയുമില്ലാതെ വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തൊരു നടപടി ഉണ്ടാകുമെന്ന് തരൂർ വിചാരിച്ചു. ആ വിചാരം കറക്റ്റായിരുന്നു. കാരണം ഈ കഴിഞ്ഞ 4 ദിവസം മുമ്പുള്ള ശശി തരൂരിൻ്റെ ഈ പുകഴ്ത്തലിനോട് ആദ്യമായി കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ശക്തമായി പ്രതികരിച്ചു. 2 കോൺഗ്രസിൻ്റെ വക്താക്കൾ പ്രതികരിച്ചു. അതിന് ഒരാഴ്ച മുമ്പുള്ള കുടുംബാധിപത്യത്തെക്കുറിച്ചുള്ള ലേഖനത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പ്രതികരിച്ചു. അങ്ങനെ കൺട്രോൾ പോയ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ കൂടിയുണ്ട്. അന്ന് മുതൽ നമ്മൾ കാണുന്നതാണ് BJPയുടെ ആളുകൾ അതിന് ഉരുളയ്ക്കുപ്പേരി പോലെ ശശി തരൂരും കോൺഗ്രസ് തമ്മിലുള്ള ഒരു ഫൈറ്റിൽ ട്വീറ്റുകളൊക്കെ ഇട്ട് അതിനുള്ള കൗണ്ടർ പ്രതികരണങ്ങളൊക്കെ നടത്തി ഇതിങ്ങനെ പതപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എൻഡ് ഗെയിമാണ്. ശശി തരൂർ എത്ര കാലം ഇതിങ്ങനെ കൊണ്ടുപോകും, കോൺഗ്രസ് എത്ര കാലം ഇത് സഹിച്ചു നിൽക്കും? കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഒരു തവണ കൂടി MP ആക്കിയ ശശി തരൂർ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാനാവില്ല എന്നുള്ളത് കോൺഗ്രസ് നിസ്സഹായതയോടെ മനസ്സിലാക്കുകയാണ്. പക്ഷേ ശശി തരൂരിന് മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നോക്കൂ, ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ്. ശശി തരൂർ കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയിലും പങ്കെടുക്കില്ല എന്ന് മാത്രമല്ല, അതേ ദിവസം BJPയുടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ BJP സർക്കാരിൻ്റെ, അവിടെ പോയി അവർ കൈയടിക്കുന്ന പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് എന്നെ ആരും വിളിച്ചില്ല, എന്നാൽ ഞാൻ ഇറങ്ങിയാണെന്ന് പറഞ്ഞ് 1-2 ദിവസമൊക്കെ തിരുവനന്തപുരത്ത് ക്യാമ്പയിനൊക്കെ ഇറങ്ങി ശശി തരൂർ ഇപ്പോൾ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലാണ്. ഇല്ല, ഇലക്ഷൻ അങ്ങോട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇല്ല സ്ഥലത്ത്, അദ്ദേഹം പോയി. തരൂറിൻ്റെ പ്ലാൻ എന്തായിരിക്കും?
തരൂർ ഞാൻ വിചാരിക്കുന്ന അധികകാലം കോൺഗ്രസ് തുടരില്ല. തരൂർ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കും. കോൺഗ്രസിനോട് രാജിവെക്കുന്നതോടൊപ്പം MP സ്ഥാനവും രാജിവെക്കും അവൻ തിരുവനന്തപുരത്തെ. അങ്ങനെ കോൺഗ്രസെ പെടുത്താനാണ് പോകുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിക്കവാറും തിരുവനന്തപുരത്ത് പാർലമെൻറ്റിലേക്ക് ഒരു ബൈ ഇലക്ഷൻ കൂടി ഉണ്ടാകും. അങ്ങനെ വന്നാൽ ശശി തരൂരിനോട് വെറും 15,000 വോട്ടിന് തോറ്റ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും BJPയുടെ സ്ഥാനാർത്ഥി. തരൂർ ഇപ്പുറത്ത് നിന്ന് ക്യാമ്പയിൻ ചെയ്താൽ എന്ത് ചെയ്യും കോൺഗ്രസ്? അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. തരൂർ അതുകൊണ്ടാണ് ഇത്ര കാര്യമായി കോൺഗ്രസിൻ്റെ പിന്നെ ചൊറിയാൻ പറ്റുന്ന എല്ലാ അവസരങ്ങളിലും, കോൺഗ്രസിനെ കളിയാക്കാൻ പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും, കോൺഗ്രസിനെ അപമാനിക്കാൻ പറ്റുന്ന എല്ലാ മുഹൂർത്തങ്ങളിലും അത് വിടാതെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തരൂരിൻ്റെ പ്ലാൻ എൻ ഗെയിമിലേക്ക് അടുക്കുകയാണ്. തരൂർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് MP സ്ഥാനം രാജിവെക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി ക്യാമ്പയിൻ ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ, ബ്യൂറോക്രാറ്റ്സ് ആണ്. അവർക്ക് യാതൊരു രീതിയിലുള്ള തത്വദീക്ഷയുമില്ല. എത്രയോ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് എത്രയോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടുകയും ഈ ബ്യൂറോക്രാറ്റ്സ് ആയിട്ടുള്ള ആളുകൾ കളം മാറി കളിക്കുന്നതും ഓരോ മുഖ്യമന്ത്രിമാരെ പുകഴ്ത്തുന്നതും അതിനുശേഷം പിന്നീട് ഏത് രാഷ്ട്രീയത്തിൽ നിന്നും നമുക്ക് എത്ര കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. തരൂർ അതാണ് ചെയ്യാൻ പോകുന്നത്. കപ്പൽ മുങ്ങുമ്പോൾ എലികൾക്ക് കാര്യം മനസ്സിലാകുന്നത് പോലെ, കാര്യങ്ങൾ പന്തിയെല്ലാം തോന്നുന്നത് ആദ്യം ബ്യൂറോക്രാറ്റുകൾക്ക് മനസ്സിലാകും എന്നതുപോലെ ശശി തരൂർ രാഷ്ട്രീയത്തിൽ അടുത്ത ചാട്ടത്തിനുള്ള കളം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ നമ്മളിതിൻ്റെ ക്ലൈമാക്സ് കാണും. ഓക്കെ, തുനിഞ്ഞിറങ്ങിയോ തരൂർ എന്നുള്ളതാണ് ചോദ്യം. തരൂർ കോൺഗ്രസിൻ്റെ ഒറ്റുകാരനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. തുനിഞ്ഞിറങ്ങിയതാണ്. ഇത് നേരത്തെ ഉണ്ടാക്കിയ ഒരു പൊളിറ്റിക്കൽ പ്ലാനാണ്. എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഒറ്റുകാരനായി മാറുന്നത്? പ്രവർത്തക സമിതി അംഗമായ തരൂർ പ്രവർത്തിക്കാത്ത സമിതി അംഗമായി കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നു. കോൺഗ്രസിനുള്ളിലെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെ പ്രതിപക്ഷമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഒറ്റുകാരനായി തരൂർ മാറുകയാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. 3 തരത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശകലനം ചെയ്യാം. ഒന്ന്, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പരിപാടികളിലും പ്രതിഷേധ പരിപാടികളിലും പങ്കെടുക്കാതെ അതിനെ കൃത്യമായി ഒറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവ്. വോട്ട് ചോരിയിൽ എവിടെയെങ്കിലും ശശി തരൂരിൻ്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചു? ഇല്ല. വോട്ട് ചോരിയിൽ എവിടെയെങ്കിലും ഈ രാഹുൽ ഗാന്ധിക്കൊപ്പം കൈപിടിച്ച് പ്രവർത്തക സമിതി അംഗം നടന്ന ഒരു ദൃശ്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ? കോൺഗ്രസ് അതിൻ്റെ മുഴുവൻ എഫേർട്ടും അതിൻ്റെ മുഴുവൻ അധ്വാനവും വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടും വോട്ടധികാര യാത്രയുമായി ബന്ധപ്പെട്ടും നടത്തുമ്പോൾ എവിടെയായിരുന്നു ശശി തരൂർ എന്ന ചോദ്യം പ്രസക്തമല്ലേ? കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ പരിപാടിയിലും തരൂരിനെ കാണാൻ കഴിയുന്നില്ല. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുക്കാതെ ശശി തരൂർ അതിന് തൊട്ടു മുമ്പ് തനിക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നിട്ടും പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ വന്നത് വെറുതെയായില്ല എന്ന് പറഞ്ഞത് രാംനാഥ് ഗോയിങ്ക പ്രഭാഷണവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ എന്താ പറഞ്ഞെന്നറിയോ? മാവോയിസ്റ്റ് മുസ്ലിം കോൺഗ്രസ് എന്ന് ഈ പാർട്ടി ആക്ഷേപിച്ച പ്രസംഗത്തെ അനുകൂലിച്ചുകൊണ്ടും അതിനെ പുകഴ്ത്തിക്കൊണ്ടുമാണ് ശശി തരൂർ സംസാരിച്ചിരിക്കുന്നത്. ശശി തരൂരിന് ഒരു നിമിഷം കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ തുടരാനുള്ള ധാർമ്മിക അവകാശമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആവുന്നതിൻ്റെ കാരണം അത്രമേൽ സഹികെട്ടിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം. ശശി തരൂരിനെ കൊണ്ട് വലഞ്ഞിരിക്കുന്നു ശശി തരൂർ എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രമേയങ്ങളെ പിന്തുണയ്ക്കുന്നില്ല, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല, പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല, തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നില്ല. ബീഹാറിൽ പ്രചരണം നടത്താൻ പോയിട്ടില്ല ശശി തരൂർ. എന്തിന് നമ്മുടെ നിലമ്പൂരിൽ പ്രചരണം നടത്താൻ വന്നിരുന്നില്ല ഈ ശശി തരൂർ? വിളിച്ചില്ല എന്നാണ് പറഞ്ഞത്. വിളിച്ചു വരുത്താൻ ഇതെന്താ കല്യാണോ? ഇതൊരു പൊളിറ്റിക്സ് ആണ് സാർ. നിങ്ങൾ ഇപ്പോഴും ഒരു സ്റ്റാർ ക്യാമ്പയിനേഴ്സിന്റെ ലിസ്റ്റ് ആ സ്റ്റാർ വേണ്ട. നിങ്ങൾക്ക് പാർട്ടിയോടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകാം, ആ സ്ഥാനാർത്ഥിയെ കാണാം, നിങ്ങൾ വലിയ രീതിയിൽ ക്യാമ്പയിൻ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഇടാതെ പോയത്? അവിടെ പോയി മോദിയെ പുകഴ്ത്തിൽ ആര് സമാധാനം പറയും? അത് ഭയന്നിട്ടാണ് കോൺഗ്രസ്സുകാർ. എന്തിനേറെ ശശി തരൂരിനെ കേന്ദ്ര സർക്കാരിൻ്റെ വിദേശ പാർലമെന്റ് ഡെലിഗേഷൻ ഉൾപ്പെടുത്താഞ്ഞതെന്താ? കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിൽ ഉൾപ്പെടാഞ്ഞതെന്താ? അവിടെ പോയി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതാണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു തലസ്ഥാനത്തു നിന്നുള്ളൊരു MP നഷ്ടപ്പെടാൻ കോൺഗ്രസിന് വയ്യാത്തത് കൊണ്ട് മാത്രം ആ ഒരൊറ്റ നമ്പറിൽ മാത്രമാണ് കോൺഗ്രസ് ശശി തരൂരിനെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത്. പക്ഷേ അതും ഇപ്പോൾ എല്ലാ പരിധികളും വിട്ടിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രമേയങ്ങളിലോ കോൺഗ്രസിൻ്റെ പ്രതിഷേധ പരിപാടികളിലോ ശശി തരൂർ പ്രവർത്തക സമിതിയെ അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തനരഹിതമായ ഒരു സമിതി അംഗമാണ്, അഥവാ പ്രവർത്തിക്കാത്ത ഒരു അംഗമായി ശശി തരൂർ തുടരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ശശി തരൂർ ഈ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് തുടർച്ചയായിട്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന പരാമർശം നോക്കൂ. ഏറ്റവും ഒടുവിൽ നമ്മൾ ഇതിനെ ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് ആരോടുള്ള നിർദ്ദേശമാണ് പറഞ്ഞിരിക്കുന്നത്? മംദാനി ട്രംപുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ജനാധിപത്യമാകുമ്പോൾ എന്താ പറയുന്നത്? ദിസ് ഈസ് ഹൗ ഡെമോക്രസി ഷുഡ് വർക്ക്. ജനാധിപത്യം ഈ രീതിയിൽ പ്രവർത്തിക്കണമെന്നാണ്. Fight passionately for your point of view in election,
but not rhetorical holds barred. But once it's over, the people have spoken, learn to cooperate with each other. ആരോടാ പറയുന്നത്? രാഹുൽ ഗാന്ധിയോടാ പറയുന്നത്. ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആവേശത്തോടു കൂടി സംസാരിച്ചതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ്. ഏതെങ്കിലും രാജ്യ താല്പര്യത്തെ മുൻനിർത്തുന്ന ഒരു വിഷയത്തിൽ പ്രതിപക്ഷം ഇന്ത്യയിൽ സഹകരിക്കാതിരുന്നിട്ടുണ്ടോ? ഓപ്പറേഷൻ സിന്ദൂർ വരുമ്പോൾ രാജ്യത്തിനുള്ളിൽ ആദ്യം ഐക്യപ്പെട്ടത് പ്രതിപക്ഷമല്ലേ? ഇതേ രാഹുൽ ഗാന്ധിയും ഈ സർക്കാരിനെ പൂർണ്ണമായിട്ട് പിന്തുണച്ചില്ലേ? പഹൽഗാമിൽ നടന്ന വിഷയത്തിൽ സർക്കാരിനെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ തിരിച്ചടി കൊടുക്കണം എന്ന് പറഞ്ഞതും ഇതേ കോൺഗ്രസ് നേതൃത്വമല്ലേ? സർക്കാരിനോട് ഒരുമിച്ച് നിൽക്കുന്ന പ്രതിപക്ഷത്തെയല്ലേ കാണാൻ സാധിച്ചത്? എന്നാൽ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നുവെന്ന് കണക്ക് സഹിതം ബോധ്യപ്പെടുത്തുമ്പോൾ അത് നിങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഈ വിഷയത്തിൽ സർക്കാരിനോടൊപ്പം നിൽക്കണമെന്നും പറയാൻ സർക്കാരിൻ്റെ PRO അല്ല ശശി തരൂർ. പകരം പ്രതിപക്ഷ പാർട്ടിയുടെ പ്രവർത്തക സമിതി അംഗമാണ് എന്നുള്ള തൻ്റെ ഉത്തരവാദിത്വം മറന്നുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിനെ നിരന്തരം വിമർശിച്ചുകൊണ്ടേയിരിക്കുക. ഏറ്റവും ഒടുവിൽ വിമർശിച്ചതാണിത്. അതിന് തൊട്ട് മുമ്പ് വിമർശിച്ചല്ലോ. ദീപികയിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത് അതിലാരെ വിമർശിച്ചത്? സഞ്ജയ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയുമാണ് വിമർശിച്ചത്. അത് അത്ര പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യമല്ല. നിരന്തരം BJP കോൺഗ്രസിനെതിരെ ഉപയോഗിക്കുന്ന ആയുധമാണ്. നമ്മൾ ആരും അടിയന്തരാവസ്ഥയെ അനുകൂലിക്കുന്ന ആൾക്കാരല്ല. പക്ഷേ അത് നിരന്തരം പ്രവർത്തക സമിതി അംഗം തന്നെ, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം തന്നെ ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്, അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത് സഞ്ജയ് ഗാന്ധിയുടെ കാലത്താണ്. മിസ്റ്റർ ശശി തരൂർ, നിങ്ങൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ്. ആ കോൺഗ്രസിനെ ഇന്ത്യയിൽ ഒരു മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത നേതാവിന്റെ പേരാണ് ഇന്ദിരാഗാന്ധി. ഈവൻ വാജ്പേയി പോലും ദുർഗ എന്ന് വിശേഷിപ്പിച്ച ഇന്ദിരാഗാന്ധിയെ കുറിച്ചാണ് നിങ്ങൾ പ്രവർത്തക സമിതി അംഗമായിരുന്നു കൊണ്ട് നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമല്ല, കോൺഗ്രസിന്റെ പ്രതിപക്ഷമാകാൻ നിങ്ങൾ ശ്രമിക്കുന്നു. BJPയുടെ സെയിം ടോൺ, BJPയുടെ സ്പോക്ക് പേഴ്സന്റെ അതേ ശരീരഭാഷ, അതേ വിമർശന ഭാഷയാണ് ശശി തരൂർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ദീപികയിൽ മാത്രമല്ല, പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ എഴുതിയ ലേഖനത്തെക്കുറിച്ചായിരുന്നല്ലോ കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്തത്. പ്രൊജക്ട് ലേഖനത്തിൽ എഴുതിയ വാചകത്തിൽ പറയുന്ന പേരുകൾ എന്താ? ആ ലേഖനം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയല്ലേ: സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പ്രധാനമന്ത്രിമായിരുന്ന ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, നിലവിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി വാദ്ര എന്നിവരുൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഇടചേർന്നിരിക്കുന്നതാണ്. എന്നാൽ രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിട്ടു. പറഞ്ഞിരിക്കുന്ന ആരാ? പ്രവർത്തക സമിതി അംഗം. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും നെഹ്റുവിനെയും കുറിച്ച് എഴുതിയിട്ട് പറയുന്നു, ഇത് രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിട്ടു എന്ന് പറഞ്ഞുകൊണ്ടൊരു നീണ്ട ലേഖനം എഴുതുക. പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഒക്കെ കുടുംബവാഴ്ചകളെ മുന്നിൽ വെച്ചുകൊണ്ട് കുടുംബവാഴ്ചകൾ ജനാധിപത്യത്തിന് അപകടകരമാണെന്ന് സ്ഥാപിക്കുകയും എന്നാൽ അത് BJPയിലെ കുടുംബവാഴ്ചയെ ഭംഗ്യന്തരേണ മറച്ചുവെക്കുകയും ചെയ്തു ശശി തരൂർ. അതിലൊരു BJP നേതാവിൻ്റെയും കുടുംബവാഴ്ചയെക്കുറിച്ച് പറഞ്ഞില്ല. കോൺഗ്രസിനോളം തന്നെ കുടുംബവാഴ്ചയുടെ ചരിത്രമുണ്ട് BJPക്ക് എന്നുള്ളതാണ് നമ്മളുടെ വർത്തമാനകാല ചരിത്രം. അത് കർണാടകയിൽ പോയാൽ കാണാം, അത് കേന്ദ്രമന്ത്രിമാരിൽ തിരഞ്ഞാൽ കാണാം, ഘടകകക്ഷി നേതാക്കളിൽ കാണാം. പക്ഷേ ശശി തരൂർ ഒരക്ഷരം പോലും മിണ്ടിയില്ല. അവിടെയും ആർക്കാ പ്രതിപക്ഷത്തിനാണ് വിമർശനം, അവിടെയും കോൺഗ്രസിനാണ് വിമർശനം. അതാണ് പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ നമ്മൾ കണ്ടത്. ദീപികയിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് വിമർശിക്കുന്നു, പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ ഇതിനെക്കുറിച്ച് വിമർശിക്കുന്നു, കുടുംബവാഴ്ചയെക്കുറിച്ച് വിമർശിക്കുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് നരേന്ദ്രമോദിക്ക് അനുകൂലമായി മോദിയുടെ സ്പോക്ക് പേഴ്സണായിട്ട് പ്രവർത്തിക്കുന്നു. മൂന്നാമത്തത്, അപ്പോൾ ആദ്യം പാർട്ടിയുടെ നയപരിപാടികളിൽ പങ്കെടുക്കുന്നില്ല, 2 പാർട്ടിയെ തന്നെ വിമർശിച്ചുകൊണ്ട് അപകടത്തിലാക്കുന്നു, മൂന്നാമത്തത് സർക്കാരിനെയും മോദിയെയും പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. നിരന്തരമായി മോദി സ്തുതിയാണ് നടത്തുന്നത്. മോദി ഹിന്ദിയിൽ സംസാരിക്കുന്നതിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു അത്രേ. പറയുന്നത് ആരാ? മോദിയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ മോദിയുടെ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രവർത്തക സമിതി അംഗമാണ്. രണ്ടാമത് പറയുന്നത് നരേന്ദ്രമോദിയോട് വിലപേശൽ സാധ്യമല്ല. മോദി വിദേശത്ത് പോയി നടത്തുന്ന ചർച്ചകൾ യുക്രൈനിലെ വ്ളാഡിമിർ സെലൻസ്കിക്കും റഷ്യയിലെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിനും ഒപ്പം ഇരുന്ന് നിർണായകമായി സ്വാധീനം ചെലുത്താൻ കഴിയുന്നയാളാണ് ഈ നരേന്ദ്രമോദി എന്ന് വിശ്വസിക്കുന്നയാളാണ് വിശ്വപൗരനായ ശശി തരൂർ എന്ന് പറയുന്നത്. എന്നിട്ട് ഒടുവിൽ എന്താ സംഭവിച്ചത്? അമേരിക്കയിൽ വിലപേശൽ സാധ്യമല്ലാത്ത നരേന്ദ്രമോദിയുടെ ഇതേ രാജ്യം ഇപ്പോൾ നരേന്ദ്രമോദി വിലപേശൽ സാധ്യമല്ലെന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ തൊട്ട് മുന്നിൽ അല്ലെങ്കിൽ ആ കാഴ്ച നമ്മൾ കാണുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നമ്മൾ അവസാനിപ്പിച്ചു. ട്രംപിൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെയാണ് ശശി തരൂർ പറയുന്നത് വിലപേശൽ സാധ്യമല്ലാത്ത നരേന്ദ്രമോദി എന്നാണ് പറയുന്നത്. വിലപേശൽ സാധ്യമല്ല, വിട്ടുകൊടുക്കുന്നു ഡൊണാൾഡ് ട്രംപിന്. ഇതുവരെയും അസീം മുനീർ എന്ന പാകിസ്ഥാൻ ജനറലിനെ അമേരിക്കയുടെ ഓവൽ ഓഫീസിലേക്ക്
ചുവന്ന പരവതാനി വിരിച്ച് ട്രംപ് സ്വീകരിച്ചതിന് ഒരു വിമർശന ശബ്ദം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? അസീം മുനീറിന് ചുവന്ന പരവതാനി വിരിച്ച് രാജ്യത്തിന്റെ പേരാണ് അമേരിക്ക. ഇന്ത്യക്ക് 55% ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യമാണ് അമേരിക്ക. വിലപേശൽ സാധ്യമല്ലത്രേ. പഞ്ചപുച്ഛമടക്കി അമേരിക്കൻ നയതന്ത്രത്തിന് മുന്നിൽ കീഴടങ്ങിപ്പോയ ഒരു പ്രധാനമന്ത്രിയെ കുറിച്ചാണ് ശശി തരൂർ ഇത് പറയുന്നതെന്നാണ്. അപ്പോൾ വാസ്തവം പോലുമല്ല ശശി തരൂർ പറയുന്നത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. എന്നിട്ട് എൽ കെ അദ്വാനിയെ കുറിച്ച് പറയുന്നത് എന്താ? സേവനം മാതൃകാപരമാക്കി മാറ്റാവുന്ന രാഷ്ട്രതന്ത്രജ്ഞനാണെന്നാണ് പറയുന്നത്. രഥയാത്ര നടത്തി ഈ രാജ്യത്തെ വർഗീയമായി 2 ധ്രുവങ്ങളിലാക്കിയ നേതാവല്ലേ ഈ എൽ കെ അദ്വാനി? ആ എൽ കെ അദ്വാനി നടത്തിയ രഥയാത്രയല്ലേ ഇന്ത്യയിൽ വർഗീയമായ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു സമ്മതി നേടിക്കൊടുത്തത്? എന്നിട്ട് ഒടുവിൽ അതിനെക്കുറിച്ച് പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, രഥയാത്രയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ശശി തരൂർ പറയുന്ന മറുപടി എന്തെന്നറിയുമോ? നെഹ്റുവിൻ്റെ ജീവിതത്തെ നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ സംഭവിച്ചു പോയ ചൈനയിലെ പരാജയവുമായി ബന്ധപ്പെടുത്തിയല്ല. നെഹ്റുവിൻ്റെ പരാജയം, ചൈനയിലെ പരാജയം നെഹ്റുവിൻ്റെ അയോഗ്യതയല്ലാത്തതുപോലെ, അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിക്ക് ഒരു അയോഗ്യതയല്ലാത്തതുപോലെയാണ് രഥയാത്ര എൽ കെ അദ്വാനിയുടെ സേവനത്തിൻ്റെ കാര്യത്തിൽ കളങ്കമല്ലാത്തതെന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് സഹിക്കാവുന്നതിനും അപ്പുറമല്ലേ? ഇനി എങ്ങനെയാണ് കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരന് ശശി തരൂരിനെ തങ്ങളുടെ നേതാവായി പറയാൻ കഴിയുന്നത്? മോദിയുടെ വക്താവായി, BJPയുടെ സ്പോക്ക് പേഴ്സണായി, കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ പ്രതിപക്ഷമായി, പ്രവർത്തിക്കാത്ത സമിതി അംഗമായി ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തരൂർ ആ രാഷ്ട്രീയ യന്ത്രം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അത് തുറന്ന് സത്യസന്ധമായി പറയുക എന്നുള്ളതാണ് ആ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന മാന്യത. അത് പറയുകയും ഞാൻ ഇതാ പോകുന്നു, മതി, കൈ ഞാൻ വിടുന്നു, പകരം താമരയിലേക്ക് ചേക്കേറുന്നു എന്ന് പറയാനുള്ള സമയമായി ശശി തരൂർ. അതിനുള്ള സമയമായി. ഇനിയും നാട്ടുകാരെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഉപകരണം അത് താമര വിരിയിക്കാനുള്ള രാഷ്ട്രീയ ഉപകരണമാണെന്ന് എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞു. ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കോൺഗ്രസിന്റെ വിരുദ്ധമായ, നരേന്ദ്രമോദിക്ക് അനുകൂലമായ ഈ പ്രസ്താവനകൾ നിങ്ങൾ BJPയിലേക്കുള്ള പാതയിലേക്ക് മാറുന്നു. പക്ഷേ നിങ്ങളുടെ ചരിത്രം കോൺഗ്രസിനുള്ളിലെ ഒരു രാഷ്ട്രീയ ഒറ്റുകാരൻ എന്ന് മുദ്രകുത്തും എന്നത് തീർച്ചയാണ്. ഇനിയും ഇതങ്ങ് തുടർന്നാൽ ആൻഡോ തരൂർ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. മറ്റു ഗസ്റ്റ്, ഈ രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നുള്ള കാര്യം ഒരു ദേശ സിദ്ധാന്തമായിട്ട് കോൺഗ്രസ്സുകാർ കൊണ്ടു നടക്കുന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നിലപാടെടുക്കാനുള്ള ഒരു വലിയ വിഷമമുണ്ട്. ഈ നിലപാടെടുക്കുക ഈ കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തുവന്നതിനെ പോലും എതിരെ ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസ് ആരെയാണെന്ന് ഈ കോൺഗ്രസ് പേടിക്കുന്നത്? ഒരു പരിധിക്കപ്പുറം കൂടെ നിന്നിട്ട് കുതികാലി വെട്ടുക എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്കാണ്. കാരണം നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊപ്പം, നിങ്ങളില്ലെങ്കിൽ നിങ്ങളെ തള്ളി എന്ന് പറഞ്ഞ് പോകാനുള്ള ഒരു ആർജവെങ്കിലും കോൺഗ്രസ് കാണിക്കണം. അല്ലേ? നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കും, നിങ്ങളില്ലെങ്കിൽ നിങ്ങളെ തള്ളിപ്പോവും. അങ്ങനെ ഒരു പ്രവർത്തക സമിതി അംഗം, ഈ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായി നിൽക്കേണ്ട പാർട്ടി, അതായത് ഭരണപക്ഷത്തിന് വേണ്ടി ഒത്താശ പാടുന്നവരെ കൂടെ നിർത്തിക്കൊണ്ട് എന്ത് രാഷ്ട്രീയ പിന്നെ സന്ദേശമാണ് കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്? ഇവരുടെ കൂടെ എങ്ങനെയാണ് ജനങ്ങൾ നിൽക്കുക? കോൺഗ്രസ്സിന് ഈ അധംപതനം എന്ന് പറയുന്നുണ്ട്. ഈ അധംപതനത്തിൻ്റെ അവസാന വാക്കാണ് ഇതൊക്കെ. കാരണം നിങ്ങളുടെ കൂടെ നിന്ന് ഒരാൾ നിങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. എന്നിട്ട് പറയാണ് ഞങ്ങൾ തള്ളി പറയുന്നില്ല, അവർ പറയുന്നത്രയും പറഞ്ഞോട്ടെ, എന്നിട്ട് അവർ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. അങ്ങനെ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറയുമ്പോണ്ടല്ലോ, ഇത് അനുഭവിക്കുന്ന സാധാരണക്കാരൻ ജനങ്ങളുണ്ടെന്നേ. കാരണം ഈ ചോര നീരാക്കി ഈ കൊടിയും പിടിച്ചിട്ട് രാത്രിയും പകലും, ഇന്ന് നിങ്ങൾ ഇപ്പോൾ കേരളത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയല്ലേ, രാത്രിക്കും പകലുമായിട്ട് ഈ വെയിലും കൊണ്ട് ഉറക്കമുളച്ച് വോട്ട് ചോദിച്ചു നടക്കുന്ന സാധാരണക്കാരില്ല. അവരെ നെഞ്ചത്ത് വെക്കുന്ന എന്താണ് പറയുക, റീത്താണിത് ഓരോന്നെണ്ണം. ഇങ്ങനെ അയ്യോ പറഞ്ഞു പോവാണ്, അയ്യോ എന്നെ വിളിച്ചിട്ടില്ല, ക്ഷണിച്ചിട്ടില്ല. ബീഹാർ ഇലക്ഷന് ക്ഷണിച്ചിട്ടില്ല പോലും. ഒരു സംസ്ഥാനത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ പ്രവർത്തക സംഘത്തെ ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ? അത് പോയി ഈ പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, പിന്നെ എന്ത് പ്രവർത്തക സമിതി അമ്പാണ്, അങ്ങാണ്, അത് മനസ്സിലാക്കുന്നില്ല. തിരുവനന്തപുരത്ത് എൻ്റെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ വേണ്ടി വന്നേക്കാണ്. എൻ്റെ കുറച്ച് ആൾക്കാർക്ക് അടുത്ത BJPക്ക് വേണ്ടി സെറ്റപ്പ് ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ഇറങ്ങിയേക്കാണ് തിരുവനന്തപുരത്ത്. അത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു, എൻ്റെ അവസാനിച്ചു. ഞാൻ ഇന്ന് എൻ്റെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു, ഞാൻ പോകുന്നു. ഞാൻ വിശ്വപൗരനാണല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കേരളമൊക്കെ ചെറിയ സ്ഥലമാണ്, തിരുവനന്തപുരം കുഞ്ഞു സ്ഥലമാണ്. ഞാൻ ലോകം മുഴുവൻ, എനിക്കാണെങ്കിൽ ട്രംപുമായിട്ട് സംസാരിക്കണം, എനിക്കാണെങ്കിൽ ഓസ്ട്രേലിയൻ പ്രസിഡന്റുമായിട്ട് സംസാരിക്കണം. അവിടെ പോയി ഞാൻ വിശ്വപൗരനാണ്. ഈ വിശ്വപൗരൻ എന്ന് പറഞ്ഞാൽ മലയാളീനെയാണ് സമ്മതിക്കേണ്ടത്. ഇദ്ദേഹത്തേക്ക് വിശ്വപൗരനാക്കി എടുത്ത് വെച്ചേക്കാണ്. എഴുതി വലിയ ശബ്ദം എന്താണ് കോൺഗ്രസിൻ്റെ കൂടെ. ഇന്നത്തെ കാലത്ത് ഈ സമയത്ത് ഈ UN നിന്ന് വരുന്ന പിന്നെ ശശി തരൂർ ആണെങ്കിൽ ഈ തീവ്ര വലതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ശശി തരൂർ കോൺഗ്രസിനോട് കൂടുമായിരുന്നു. ഇന്നാണ് ശശി തരൂർ പാർട്ടി ചേർന്നെങ്കിൽ, രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നെങ്കിൽ, ഇന്നെന്ന് പറയുന്നത് ഇന്ന് ആദ്യം വന്ന് BJPയുടെ മോഡിയുടെ കാലിൽ തൊട്ട് വന്നിച്ചതാ ഞാൻ നിങ്ങളുടെ കൂടെ കൂടി എന്ന് പറയലുള്ളൂ. ഇതെങ്കിലും കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണ്ടേ? ഞാൻ പറഞ്ഞ കോൺഗ്രസിന് എന്ത് പാരമ്പര്യമാണ് ഇദ്ദേഹത്തിനുള്ളത്? ഞാൻ ഒരു കോൺഗ്രസിൻ്റെ പാരമ്പര്യമുള്ള ഒരു നേതാവിനെയാണ് പുറത്താക്കുന്നതെങ്കിൽ വിഷമിക്കാം. ഈ 3 വർഷം MP ആക്കിയതാണോ? 3 ടൈം MP ആക്കിയതാണോ? അല്ലെങ്കിൽ 1 വർഷം കേന്ദ്രമന്ത്രി ആക്കിയതാണോ?
കാരണം കോൺഗ്രസ് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നേ. ഒരു നേതാവിന് ഇത് പുറത്തുനിന്ന് വന്ന് കോൺഗ്രസിൻ്റെ ഒരു പ്രാവശ്യം പോലും കൊടിയടച്ചില്ല, ഒരു പ്രാവശ്യം വേർപ്പൊലിക്കാത്ത ഒരാളെ കേന്ദ്രമന്ത്രിയാക്കി, MP മാരാക്കി, എല്ലാ സംവിധാനങ്ങളും കൊടുത്തു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് വരെ തടസ്സം നിന്നില്ലല്ലോ, മത്സരിച്ചോളാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഒരാൾക്ക് ഇതിൽ കൂടുതൽ എന്ത് സഹകരണമാണ് ചെയ്തു കൊടുക്കേണ്ടത്? എന്നിട്ട് ഇങ്ങനെ കൂടെ നിന്ന് കുത്തുന്ന സമയത്ത് ഇറങ്ങി പോകാൻ പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം കോൺഗ്രസ്. അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്ത് മാറ്റിയിടണം. എന്നിട്ട് ഇങ്ങനെ പറയണം, ഞങ്ങൾ ഒഴിവാക്കിയ വിഴുപ്പിനെയാണ് നിങ്ങൾ ചുമക്കുന്നതെന്ന് പറയാനുള്ള തൻ്റെ ഇടം കോൺഗ്രസ് കാണിക്കണം. അങ്ങനെ കാണിക്കാൻ പറ്റുമോ കോൺഗ്രസിനെ കൊണ്ട്? എങ്കിൽ മാത്രമേ ഈ അണികൾക്ക് ഊർജ്ജം ഉണ്ടാവുള്ളൂ. ഞാൻ എപ്പോഴെല്ലാ കാലത്തും ഈ സുധാകരൻ ഉള്ളതുകൊണ്ടാണ് കണ്ണൂർ കോൺഗ്രസ് വളർന്നതെന്ന് പറയും. എന്തുകൊണ്ടെന്നറിയോ? അടിച്ചു നിൽക്കാനുള്ള തൻ്റെ ഇടം കാണിക്കണം. എങ്കിൽ മാത്രമേ അണികൾക്ക് ഉഷാറുണ്ടാവുള്ളൂ. എങ്കിൽ മാത്രമേ അണികൾ കൂടെ നിൽക്കുള്ളൂ. അയ്യോ, ഞാൻ നാളെ, അതാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയമായി കോൺഗ്രസ്സിന് ആരെയാണ് ഒരു സ്ഥിര ശത്രുവില്ല, മിത്രമില്ല. എപ്പോൾ വേണമെങ്കിലും BJP പോവാം, എത്ര വേണമെങ്കിലും CPM പോവാം. നിങ്ങൾ അങ്ങനെ ഒരു CPM നേതാവിനെ കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? അങ്ങനെ ഒരു BJP നേതാവിനെ കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? സ്ഥിരമായി അവരുടെ ശത്രു എപ്പോഴും അവരെ എതിർവാശിയാണ്. CPM സംബന്ധിച്ചിടത്തോളം അവർ കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും എതിർകക്ഷിയായിട്ട് നിന്ന് അവർക്കെതിരെ ശക്തമായി പോരാടിക്കൊണ്ടിരിക്കും. BJP അങ്ങനെയല്ലേ, കോൺഗ്രസിനെയും CPM ശത്രുവായി നിന്ന് അവർക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കും. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് BJP-യോട് ശത്രുതയില്ല, CPM-നോട് ശത്രുത, ആരോട് ശത്രുതയില്ല. എന്നിട്ട് പറയാണ് അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ നേരം വെളുക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ നേരെ BJP-യിലും ഉണ്ടാവും, CPM-ലും ഉണ്ടാവും. അതെന്താ പറയുമോ? അതെന്ന് പറയുന്നത് നേതൃത്വത്തിൽ തൻ്റെ ഇടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാം. നേതൃത്വം ശക്തമായ നിലപാട് സ്വീകരിക്കണം. ഇങ്ങനെ പോയാൽ ഇതാണ് നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്ന് കാണിച്ചു കൊടുക്കാൻ വരണം. എന്നിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കണം. ആരെയാണ് നീ പേടിക്കണത്? ഇത് മാക്സിമം പിടിച്ചൊക്കെ ജയിലിലിടും. ഈ സ്വാതന്ത്ര്യ സമരം നടത്തിയ സമയത്ത് എത്ര ആൾക്കാർ ജയിലിൽ പോയി? എത്ര ആളുകൾ തൂക്ക് മരത്തിൽ പോയി? നോക്കി, എത്ര പേര് തൂക്കിക്കൊന്നു? കൊന്നില്ലേ? എത്ര പേര് ജയിലിൽ പോയി? ഇവരെല്ലാം തെറ്റ് ചെയ്തിട്ടാ? അധികാരമുള്ള ഒരാൾക്കാർ ചിലപ്പോൾ പിടിച്ച് ജയിലിടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അധികാരമുള്ളവർക്കെതിരെ കേസ് എടുക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അവരുടെ കയ്യിൽ അധികാരം ഇരിക്കുകയാണത്. അതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അയ്യോ, ED വരും, ഇൻകം ടാക്സ് വരും എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ കള്ളക്കേസിൽ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഈ ഇലക്ഷൻ കമ്മീഷനെതിരെ എടുക്കുന്ന നിലപാടിൽ പോലും ശരിയില്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. എന്തുകൊണ്ടെന്നറിയോ? നരേന്ദ്രമോദിക്കെതിരെ ശക്തമായി പറയാൻ കഴിയുന്നില്ല, അമിത്ഷായ്ക്കെതിരെ ശക്തമായി പറയാൻ പറ്റില്ല, BJP-ക്കെതിരെ ശക്തമായി പറയാൻ കഴിയുന്നില്ല. അതിനൊരു പ്രതിബിംബത്തെ ഉണ്ടാക്കിയേക്കാണ് ആരാന്നറിയോ? ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ. എന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നോക്കുമ്പോൾ എന്താ, പ്രതിപക്ഷം ഇലക്ഷൻ കമ്മീഷനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെയല്ല പറയേണ്ടത്. നരേന്ദ്രമോദി ഇലക്ഷൻ കമ്മീഷനെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നരേന്ദ്രമോദിയാണ് പറയേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ സ്വന്തമായി പ്രവർത്തിക്കുന്ന സംവിധാനം അല്ല. ഞാൻ പറയുന്നറിയോ, ഞാൻ പറയും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നിലപാട് സ്വീകരിക്കാത്ത 10-30% വോട്ടുള്ള പാർട്ടിയല്ല ഇന്ത്യയിൽ, അല്ലേ? 10-30% വോട്ടുള്ള പാർട്ടിയാണ്. ഇതൊന്നും പറഞ്ഞ് കോൺഗ്രസ് ഇന്ത്യയിൽ ഇല്ലാതായി എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണോ? 10-30% മേലെ വോട്ടുള്ള പാർട്ടി കേരളത്തിൽ, ഇന്ത്യയിൽ, ഇന്ത്യയിൽ പറയുന്നത് എത്ര സംസ്ഥാനം ഭരിക്കുന്നുണ്ട് പാർട്ടിയാണ് കോൺഗ്രസ്. ശക്തമായ കോൺഗ്രസിനെതിരെ, BJP-ക്കെതിരെ ശക്തമായ ഒരു പ്രക്ഷോഭം നടത്താൻ പറ്റില്ല കോൺഗ്രസിനെ കൊണ്ട്? പറ്റില്ല. ഒന്നുമില്ലാത്ത കർഷകരുണ്ടല്ലോ, ഡൽഹിനെ സമീപിച്ചിട്ടുണ്ട്, ഇല്ലേ? ട്രാക്ടർ റാലി കൊണ്ട് ഡൽഹിനെ സമീപിച്ചിട്ടില്ലേ? അങ്ങനെ ഒരു സമരം നിങ്ങൾ കണ്ടോ? സമരം കണ്ടോ? പറയാൻ തന്നെ കാണിക്കുന്നില്ല എന്നേ. എന്നിട്ട് വോട്ട് ചോരി എന്ന് പറഞ്ഞ ഒരു സൈഡിൽ കൂടെ പോയി. എന്നിട്ട് എന്ത് ചെയ്യുക ബീഹാറിലെ വോട്ട് ചോരി? ഞാൻ പറയുന്നത്, ഇന്ന് ഞാൻ രാജീവ് സർദേശായിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണായിരുന്നു. അദ്ദേഹത്തിന് പോലും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഈ വോട്ട് ചോരിനെ കൂടി. പിന്നെ സാധാരണ ഞങ്ങൾക്ക് മനസ്സിലാവുമോ? കാരണം ചിലപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് ശരിയായിരിക്കാം, അത് ശരിയല്ല, ശരിയായിരിക്കാം എന്നുള്ളതല്ല, ശരിയാണ്. പക്ഷെ അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയണ്ടേ? അപ്പോൾ ഇത് പറയാതെ BJP-ക്കെതിരെ പറയുന്നതിന് പകരം എന്ത് ചെയ്യും? ഒരു ഇലക്ഷൻ കമ്മീഷൻ മുന്നിൽ. ഈ ഇലക്ഷൻ കമ്മീഷൻ എത്ര നാൾ നിലപാടെടുക്കും? സുപ്രീം കോടതി ഇടപെടുന്നില്ല, ഹൈക്കോടതി ഇടപെടുന്നില്ല, നീതിന്യായ വ്യവസ്ഥകളൊന്നും ഇടപെടുന്നില്ല. പിന്നെ എന്ത് ഇലക്ഷൻ കമ്മീഷനെതിരെ പറഞ്ഞിട്ട് നമുക്ക് നേടാൻ കഴിയാത്ത കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം? അല്ലെങ്കിൽ അങ്ങനെ ശക്തമായ രീതിയിൽ പ്രക്ഷോഭം നടത്താൻ പറ്റും? അതൊട്ട് കോൺഗ്രസിനെ കൊണ്ട് പറ്റുന്നില്ല. പിന്നെ എന്താണ് ചെയ്യുന്നത്? പിന്നെ ഇതുപോലെയുള്ള ആൾക്കാരെ കൂടെ നിർത്തിക്കൊണ്ടിരിക്കുകയാണെന്നേ. ഒരു പ്രവർത്തക സമിതി യോഗം 7 പേരെ കണ്ടല്ലേ, പ്രവർത്തക സമിതി 7 യുവരിൽ ഒരു ഒറ്റുകാരിരിക്കുക. പിന്നെ അവർക്ക് എന്ത് തീരുമാനം എടുക്കാൻ പറ്റും? എടുത്ത് പുറത്തിറങ്ങുന്നതിന് മുന്നേ ഇത് എതിർപക്ഷത്തെത്തിയില്ലേ? ഒരു തീരുമാനം എടുത്ത് ചർച്ച ചെയ്ത് യോഗം കൂടുന്നതിന് മുന്നേ അത് എതിർപക്ഷത്തെത്തും. എന്നിട്ട് ആ പോസ്റ്റിൽ ആളെ നിർത്തിക്കൊണ്ട് അതല്ല, എന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒരു വാണിംഗ് കൊടുക്കണ്ടേ? ഇത് നിങ്ങളുടെ ഫൈനൽ വാണിംഗ് ആണ്. ഇനി നിങ്ങൾ കോൺഗ്രസിനെതിരെ ഒരു വാക്ക് പറഞ്ഞ് നിങ്ങൾ പുറത്താണ് എന്ന് പറയാനുള്ള ഒരു ആർജമെങ്കിലും ഈ പറഞ്ഞ കോൺഗ്രസ് അധ്യക്ഷൻ കാണിക്കണ്ടേ? അതുപോലും കാണിക്കുന്നില്ല. അപ്പോൾ അരുൺ സാർ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി വോട്ട് ചോദിക്കുന്നത് ശശി തരൂർ കാണാം നിങ്ങൾക്ക്. അദ്ദേഹം ചിലപ്പോൾ രാജ്യസഭയിലേക്ക് മത്സരിച്ച് പിന്നെ കേന്ദ്രമന്ത്രിയായി അവിടെ ഇരിക്കുന്നത് കാണാം. അതായിരിക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, കാണാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ ഒരു വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്നത് കാണാം, അതായിരിക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും പഠിക്കുക, ഇനിയും ഇത് ചർച്ച ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. തുനിഞ്ഞിറങ്ങിയോ തരൂർ എന്നാണ് ചോദ്യം. തുനിഞ്ഞിറങ്ങിയോ സുജയ?
എപ്പോഴേ ഇറങ്ങി, ഇപ്പോഴാണോ ഇറങ്ങിയത് നിങ്ങളൊക്കെ കണ്ടതെന്നുള്ളതാണ് മറുചോദ്യം. അപ്പോൾ തരൂരിൻ്റെ ആ ഇറക്കവും ആ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമുള്ള പ്രകടനങ്ങളും ഒക്കെ നമ്മൾ 2025 ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന മീറ്റ് എഡിറ്റേഴ്സിൽ തന്നെ നമ്മളിതൊരു 5ാം തവണയാണ് ഈ വിഷയം തരൂരിൻ്റെ ഈ തുനിഞ്ഞിറക്കത്തെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ തുനിഞ്ഞിറക്കത്തിൻ്റെ 5ാം എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ ഈ തുനിഞ്ഞിറക്കത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എക്സിൽ ശശി തരൂർ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. റെബേക്ക കാറ്റ്സിൻ്റെ വീഡിയോ റീപോസ്റ്റ് ചെയ്തിരിക്കുകയാണ് തരൂർ എക്സിൽ. ദിസ് ഈസ് ഹൗ ഡെമോക്രസി ഷുഡ് വർക്ക്. ഫൈറ്റ് പാഷനേറ്റ്ലി ഫോർ യുവർ പോയിന്റ് ഓഫ് വ്യൂ ഇൻ ഇലക്ഷൻസ് വിത്ത് നോ rhetorical holds barred. But once it's over and the people have spoken, learn to cooperate with each other in the common interest of the nation you are both pledged to serve. I would love to see more of this in India and I am trying to do my part. ആ മൈ പാർട്ട് ആണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ശശി തരൂരിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് കോൺഗ്രസിന് മനസ്സിലായി, ജനങ്ങൾക്ക് മനസ്സിലായി. ആ പാർട്ട് എങ്ങനെയാണ് തരൂർ ഇനി അങ്ങോട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നതിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അത് കോൺഗ്രസിനുള്ളിൽ തന്നെ നിന്നുകൊണ്ടാണോ എന്നാണ് അറിയേണ്ടത്. കാരണം ഇപ്പോൾ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതിൽ നിന്ന് ശശി തരൂരിനെ കുറിച്ച് എനിക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണുള്ളത്. കാരണം കോൺഗ്രസിലെ BJPയുടെ അംബാസഡറാണ് ശശി തരൂർ നിലവിൽ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോർട്ട്ഫോളിയോ അങ്ങനെയാണ്. നമ്മൾ ദേശീയ രാഷ്ട്രീയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ ഒരു അംബാസഡറായി വളരെ പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ്. അത് ഏറ്റവും നന്നായി വിസിബിൾ ആയത് 2025 എന്തുകൊണ്ട് BJPയിലേക്ക് നേരിട്ട് തരൂർ എത്തുന്നില്ല? BJPക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോൺഗ്രസിനുള്ളിൽ തങ്ങളുടെ ഒരു അംബാസഡർ നിൽക്കുന്നതാണ്. അതാണ് അവർക്ക് കൂടുതൽ. കോൺഗ്രസ്സുകാരൻ നരേന്ദ്രമോദിയെക്കുറിച്ച് നന്നായി പറയുന്നു. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം നരേന്ദ്രമോദി ഗംഭീരമാണെന്ന് പറയുന്നു. അതിന് കിട്ടുന്ന ഒരു ഇന്റർനാഷണൽ വാല്യൂ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് BJP വളരെ ക്ലവറായി തന്നെ ഉപയോഗിക്കുന്നുമുണ്ട് പലയിടങ്ങളിലും. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ശശി തരൂരിലേക്ക് വരാം. ശശി തരൂരിന്റെ പ്രായം എത്രയാണെന്നറിയോ? 69 വയസ്സേ ആയിട്ടുള്ളൂ. ആ 69കാരന് ഐക്യരാഷ്ട്രസഭയും തിരുവനന്തപുരത്തെ ഒരു MP സ്ഥാനവും നേരത്തെ കിട്ടിയ ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനവുമൊന്നുമല്ല. അതുക്കും മേലെ ലക്ഷ്യങ്ങളുള്ള വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു നേതാവാണ് ശശി തരൂർ. ആ ലക്ഷ്യത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സ്ലോ പേസിലല്ല, ഇനി അങ്ങോട്ട് ആ പേസ് കൂടുമെന്നാണ് എൻ്റെ റീഡിംഗ്. ഇവിടെ അദ്ദേഹം നേരത്തെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു കുറുമുന്നണി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നു. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. MK രാഘവൻ MP ഒക്കെ അതിൽ വളരെ ശക്തമായി തന്നെ അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് അദ്ദേഹത്തെ പ്രധാനപ്പെട്ട ആളായി തന്നെ, അതുപോലെ തന്നെ NSS അദ്ദേഹത്തെ പ്രധാനപ്പെട്ട ആളായി തന്നെ ഇപ്പോഴും ടു ആൻ എക്സ്റ്റെൻറ്റ് അങ്ങനെ തന്നെയാണ് അവരുടെ രണ്ടുപേരുടെയും, NSSൻ്റെയും അതുപോലെ മുസ്ലിം ലീഗിൻ്റെയും കാഴ്ചപ്പാട് നിൽക്കുന്നത്. ഇവിടെ KS ശബരിനാഥൻ, MK രാഘവൻ, ഒപ്പം മറ്റ് യുവ നേതാക്കൾ ഇവരെല്ലാം ചേർത്തുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് തൻ്റേതാക്കി വളർത്തിയെടുക്കാൻ, ഹൈക്കമാൻഡ് ഗ്രൂപ്പ് KC വേണുഗോപാൽ വളർത്തിയെടുത്തതുപോലെ ഇവിടെ ഒരു തരൂർ ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. പക്ഷേ അത് എവിടെ വെച്ചോ അതൊന്ന് പാളിപ്പോയിട്ടുണ്ട്. കാരണം മറ്റുള്ളവരെയൊക്കെ കൃത്യമായിട്ട് അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടാകാം, അല്ലെങ്കിൽ അത്രയും ആക്റ്റീവായി നിന്നാൽ തങ്ങൾക്കും പണി കിട്ടുമെന്ന് കരുതിക്കൊണ്ട് അവരൊന്ന് കുറച്ച് പിന്നിലേക്ക് വലിഞ്ഞതാകും. കാരണം നരേന്ദ്രമോദിയെ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ആകാം. മാത്രമല്ല കോൺഗ്രസിൻ്റെ ഒരു ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെ BJP വിമർശിക്കുന്ന അതേ രീതിയിൽ തന്നെ ശശി തരൂർ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പറയുമ്പോൾ, ഹൈക്കമാൻഡിനെ തൊടുമ്പോൾ അത് തങ്ങൾക്കും പൊള്ളലേൽക്കുമെന്ന് കരുതി ഇവരൊക്കെ ഒന്ന് പിന്നോട്ട് വലിഞ്ഞതും ആകാമെന്നാണ് ഞാൻ കരുതുന്നത്. പണ്ടത്തെ സ്വരാജ് പാർട്ടി പോലെ എന്തെങ്കിലും ഒന്ന് ഇപ്പോൾ തരൂർ ലക്ഷ്യമിടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി നമ്മൾ മുന്നിലേക്ക് വെക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കിയിട്ട് മനസ്സിലാകുന്നത്. കാരണം ഇപ്പോൾ നോക്കൂ, ഒവൈസിയെ ബീഹാറിൽ എങ്ങനെയാണ് NDAയുടെ ഭാഗമാക്കി മാറ്റുന്നത്? പലയിടങ്ങളിൽ പോയി ഒവൈസി വോട്ട് കട്ടറായി മത്സരിച്ചത് നരേന്ദ്രമോദിക്ക് വേണ്ടിയാണ്, NDAക്ക് വേണ്ടിയാണ് എന്നൊക്കെ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടപ്പോഴും ഒവൈസി നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്നത് അടക്കം വെച്ചുകൊണ്ടാണ് മറുഭാഗം അതിനെ ന്യായീകരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ന് നോക്കൂ, ഇന്ന് അസദുദ്ദീൻ ഒവൈസി ചെയ്തത് എന്താണ്? നിതീഷ് കുമാറിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഒവൈസിയുടെ ഒവൈസിയെ പിന്തുണച്ചവരൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് നിശബ്ദരായി പോവുകയാണ്. കേരളത്തിലടക്കം അസദുദ്ദീൻ ഒവൈസിയുടെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നവരൊക്കെ ഒറ്റ നിമിഷത്തിൽ നിശബ്ദരായി പോവുകയാണ്. അസദുദ്ദീൻ ഒവൈസി ആ തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയയിൽ പോലും NDA നടത്തിയ ആ ഒരു കടന്നുകയറ്റം, അതിലൂടെയാണ് ഒവൈസി. എന്നാൽ പിന്നെ നേരത്തെ ജിമ്മി ജെയിംസ് സൂചിപ്പിച്ച ഉപമ കൃത്യമാണ്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ് എന്ന് ഇന്ത്യ മുന്നണിയെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് അസദുദ്ദീൻ ഒവൈസി ഇന്ന് ആ പിന്തുണ പ്രഖ്യാപിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന കപ്പലിൽ വിള്ളൽ വീണ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് മുന്നണി വേണ്ട, നമുക്ക് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ എന്തെങ്കിലും ആയാലോ, നമുക്കൊരു സ്പീഡ് ബോട്ട് മതി, ഒരു വലിയ കപ്പലൊന്നും ഓടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് സ്പീഡ് ബോട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വലിയൊരു കപ്പലാണ്, അത്രയും ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയാണ്, ആ കോൺഗ്രസ് നിലനിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. പക്ഷേ അതിനകത്തുള്ള ആ കപ്പൽ നിയന്ത്രിക്കുന്ന ആളുകൾ അതിനുവേണ്ടി ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ സ്പീഡ് ബോട്ടിലേക്ക് ഇറങ്ങേണ്ടി വരും. ഇന്ത്യ മുഴുവൻ പടർന്നു കിടന്നിരുന്ന, നേരത്തെ ആൻഡ്രൂ സാർ സൂചിപ്പിച്ചതുപോലെ നല്ല വോട്ട് ഷെയർ, ഇത്രയൊന്നും അല്ല വോട്ട് ഷെയർ. അപ്പോൾ എത്ര ഉയർച്ചയിൽ നിന്നാണ് ഇപ്പോൾ താഴേക്ക് ഇറക്കം തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസ് തിരിച്ചറിയണം. തരൂർ അത് തിരിച്ചറിയുന്നുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഓഫ് ദ സെന്റർ ആണ്. അതായത് കോൺഗ്രസിന്റെ ഒരു പരമ്പരാഗത കാഴ്ചപ്പാടിൽ നിന്ന് മാറിക്കൊണ്ട് ലെഫ്റ്റ് ഓഫ് ദ സെന്റർ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ അങ്ങനെ പാർട്ടിയെ മാറ്റിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കാണുന്നത്. അവിടെ അപ്പോൾ
തരൂർ നിൽക്കുന്നത് എവിടെയാണ്? തരൂർ ഹ്യൂമിലിയേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഹ്യൂമിലിയേറ്റഡ് ആയി നിൽക്കുന്ന ഒരാൾ എന്താണ് ചെയ്യുക എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സാമ്പിളാണ് നമ്മൾ തരൂരിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് ആദ്യം മുതൽ തന്നെ നേരിട്ട അപമാനങ്ങൾ അയാളെ ഇങ്ങനെയൊരു BJPയുടെ ഒരു അംബാസഡറായി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നിന്നുകൊണ്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുക എന്നുള്ള ഒരു സൂയിസൈഡലാണ് അറ്റംപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം BJP എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വാദത്തിന് വേണ്ടി ഉന്നയിക്കാമെങ്കിലും BJPക്കും നരേന്ദ്രമോദിക്കും ഒക്കെ കൃത്യമായ ലക്ഷ്യം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് തരൂർ ഇറങ്ങാതെ അവിടെ തുടരുന്നത്. കോൺഗ്രസ് ഇറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹീറോയിക് ആയിട്ടുള്ള ഒരു വെൽക്കം അപ്പുറത്ത് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. വെൽ പ്ലേസ്ഡ് ആയിട്ട് തന്നെയായിരിക്കും തരൂർ BJPയിൽ ഉണ്ടാവുക. പക്ഷേ അത് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. കാരണം BJPക്ക് ഒരു ഗുഡ് ക്യാച്ച് ആണ് എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. കാരണം അത്രയും ഒരു സ്റ്റേറ്റ്സ്മാനെയാണ് കിട്ടുക. അപ്പോൾ അതൊരു നല്ല ക്യാച്ചാണ്. ഒരു എത്ര ചെലവിട്ടാലും അതായത് ഏത് പദവി കൊടുത്താലും കുഴപ്പമില്ലാത്ത ഒരു ക്യാച്ചായി തന്നെയാണ് തരൂർ നിൽക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല? അവർക്ക് ആവശ്യം ഇപ്പോൾ കോൺഗ്രസിനുള്ളിലാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിൽ തന്നെ തുടരട്ടെ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കോഫി അന്നൻ തരൂർ ടീമിനെ കുറിച്ച് കേട്ടിട്ടുള്ള ആ സമയത്തൊക്കെ വന്നിട്ടുള്ള ചില വിമർശനങ്ങളൊക്കെയുണ്ട്. അതൊക്കെയാണോ BJPക്കുള്ളിലെ ഒരു വിഭാഗത്തിന് ഒരു എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം ഉള്ളത് എന്നതും അറിയില്ല. അതുകൊണ്ടാണോ ഈ തീരുമാനം വൈകുന്നത് എന്നതും അറിയേണ്ടിയിരിക്കുന്നു. ഇതിനിടയിൽ സോണിയാഗാന്ധിയെ CBCയുമായി ബന്ധപ്പെട്ട RC ബിഷപ്സ് അടക്കമുള്ള ആളുകൾ പോയി കണ്ടു. കാത്തലിക് ബിഷപ്സ് അടക്കം പോയി കണ്ടു എന്നുള്ളത് ഇങ്ങനെ ഒരു അന്തപ്പുര കഥയായി കേൾക്കുന്നുണ്ടായിരുന്നു. അത് ശരിയാണെങ്കിൽ സോണിയാഗാന്ധി തനിക്ക് തരൂരിനോട് എതിർപ്പൊന്നുമില്ല, തരൂരിനെ കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം റോമൻ കാത്തലിക് ആ ഒരു ഫ്രട്ടേണിറ്റിക്കുള്ളിൽ തരൂർ ഒരു അക്സെപ്റ്റബിൾ ലീഡറാണ്. കാരണം ഇപ്പോഴുള്ള നേതൃത്വം ഒന്നും പോരാ, കേരളത്തിൽ ഭരണത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ തരൂരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പോകണം എന്ന് ആവശ്യപ്പെട്ടവരിൽ അവരും ഉണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതുപോലെ KC വേണുഗോപാലും ഒക്കെ അടങ്ങുന്ന ഇപ്പോഴത്തെ ഹൈക്കമാൻഡ്, സോണിയാഗാന്ധിയുടെ ഡിസിഷൻ മാത്രമല്ലല്ലോ. അപ്പോൾ ആ ഒരു ഹൈക്കമാൻഡിന് തരൂരിനെ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ തരൂര് ഈ ബിഷപ്പുമാർ വഴി അങ്ങനെ ഒരു വഴിയും വെട്ടി നോക്കിയെന്നാണ് കേൾക്കുന്നത്. എന്തായാലും അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരണം. പോയി സോണിയാഗാന്ധിയെ കണ്ട ആളുകളൊക്കെ അടുത്താണ് കൂടിക്കാഴ്ച നടന്നതെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തു വരേണ്ടിയിരിക്കുന്നു. മുസ്ലിം ലീഗ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. തരൂരിന് വേണ്ടി വീണ്ടും ഒന്നുകൂടി ബാറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുമോ? അതും നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ആ പ്രതികരണങ്ങളും ഒരുപക്ഷെ വന്നുകൂടായികയില്ല. നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ പ്രവർത്തക സമിതിയിൽ അംഗമാണ്. പക്ഷേ പ്രവർത്തനമില്ലാതെ എത്ര കാലം ഇങ്ങനെ തരൂർ അതിനകത്ത് തുടരും? തരൂരിനെ അങ്ങനെ കുറേ നാൾ കൊണ്ട് നടന്നിട്ട് എന്താണ് കാര്യം? നമുക്ക് എന്തെങ്കിലും ഒരു യൂസ് വേണ്ടേ? നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കണ്ടേ? ആ പ്രോഡക്റ്റ് അവിടെ വെറുതെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് ചിതലരിച്ച് പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ ഇറങ്ങി വേറെന്തൊക്കെയോ പ്രവർത്തിക്കുന്നു. അത് പാർട്ടിക്ക് കൂടുതൽ ഭീഷണിയായി മാറുന്നു. ഇവിടെ അദ്ദേഹം പറഞ്ഞ വാചകം ഞാൻ ആമുഖമായിട്ട് തരൂരിൻ്റെ പോസ്റ്റ് വായിച്ചല്ലോ. അതിൽ അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഇങ്ങനെയാണ് ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത്. മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയൻ CPIഎമ്മിൻ്റെ മാത്രം മുഖ്യമന്ത്രിയാണെന്ന് ഞാൻ കരുതുന്നത്, അല്ലെങ്കിൽ LDFൻ്റെ മാത്രം മുഖ്യമന്ത്രിയാണെന്ന് ഞാൻ കരുതുന്നില്ല. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ NDAയുടെ മാത്രം പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് ഞാൻ കരുതുന്നില്ല. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അത് തന്നെയാണ് തരൂർ പറഞ്ഞതും. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആയാലും അതുപോലെ തന്നെ മംദാനി ആയാലും വ്യത്യസ്തമായ ആശയങ്ങൾ മുൻനിർത്തി തങ്ങളുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചു. അതുപോലെ പരസ്പരം ഫൈറ്റ് ചെയ്തു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ രാഷ്ട്രീയത്തിലെ പോരാട്ടം എന്ന് പറയുന്നത്, ആ തെരഞ്ഞെടുപ്പ് പോരാട്ടം കഴിഞ്ഞാൽ കോമൺ ആയിട്ട് വരേണ്ടത് എന്താണ്? തങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയുള്ള താല്പര്യമാണ്. ആ രാജ്യ താല്പര്യത്തെക്കുറിച്ചാണ് തരൂർ പറഞ്ഞത്. രാഷ്ട്രത്തിന് പൊതു താല്പര്യത്തിനായി പ്രവർത്തിക്കുക, അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നരേന്ദ്രമോദിക്കൊപ്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യ താല്പര്യത്തിനായി നിൽക്കുന്നയാളാണ് നരേന്ദ്രമോദി എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ റീഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇന്ന് രാവിലെ 11:30 ഇട്ട ആ ഒരു എക്സ്പോസിൽ നിന്ന് ഒരുപാട് അതിവായനയിലേക്ക് പോകുന്നതിനപ്പുറം തരൂരിൻ്റെ ഭാഗത്തും ന്യായമില്ലേ എന്ന് ചോദിച്ചാൽ ന്യായമുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇനി ഇപ്പോൾ കോൺഗ്രസിൻ്റെ ബീഹാറിലെ പരാജയം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തായാലും ഗ്രാസ് റൂട്ട് ലെവലിൽ പോലും തങ്ങൾക്ക് ഒരു സ്വാധീനവുമില്ലെന്ന് കോൺഗ്രസിന് ബോധ്യപ്പെടുത്തി കൊടുത്ത ഏറ്റവും ഒടുവിലത്തെ വിധിയാണ് നമ്മൾ ബീഹാറിലെ ജനവിധിയായിട്ട് കണ്ടത്. ഇന്ദിരാഗാന്ധിയുടെ ഒരു പാറ്റേൺ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. കാരണം ഇന്ദിരാഗാന്ധി നീലം സഞ്ജീവ് റെഡ്ഡിക്കെതിരെ VV ഗിരിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്തുണച്ച ആ ഒരു തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ അന്ന് ബാംഗ്ലൂരിലെ AICC സമ്മേളനത്തിൽ 1969 വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വാക്കുകൾ കൊണ്ടുള്ള ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായതാണ് 1961. അതുപോലെ തന്നെയാണ് ഖർഗെക്കെതിരെ തരൂർ മത്സരിച്ചതും. അതിനെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റോടുകൂടി അന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞ നിങ്ങളുടെ മനസാക്ഷി വോട്ട് ചെയ്യാനാണ് എംപിമാരോട് പറഞ്ഞത്. അവരതനുസരിച്ച് ചെയ്തു. അപ്പോൾ നീലം സജീവ് റെഡ്ഡി ആയിരുന്നു ഔദ്യോഗിക പക്ഷത്തിന്റെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി. പക്ഷേ ജയിച്ചത് VV ഗിരിയാണ്. അതൊക്കെ നമ്മുടെ ചരിത്രമായി മുന്നിലുണ്ട്. അപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി ചെയ്തതിന് അപ്പുറം ഒന്നും എന്തായാലും തരൂര് ഖർഗെക്കെതിരെ മത്സരിച്ചുകൊണ്ട് ചെയ്തിട്ടില്ല എന്നതാണ് എൻ്റെ ടേക്ക്. അപ്പോൾ DK ബറുവയെ പോലെ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനൊന്നും തരൂരിനെ കിട്ടില്ല. അതുകൊണ്ട് ഗാന്ധി നെഹ്റു കുടുംബത്തിനെതിരെ അദ്ദേഹത്തിന്റെ വിമർശനം തുടരുക തന്നെ ചെയ്യും. അത് ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ സ്റ്റാൻഡാണെന്നേ. അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന നിലയിൽ ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കാനായിട്ടുള്ള എല്ലാ റൈറ്റും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എന്തായാലും കോൺഗ്രസ് ഇനി തരൂരിനെ നിർത്താനൊന്നും പോകുന്നില്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത ആക്ഷൻ അത് സൂൺ ആയിരിക്കും എന്നതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. പക്ഷേ ഇന്ദിരാഗാന്ധി കോൺഗ്രസിൽ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് അത് പറഞ്ഞത്. ഇത് ശശി തരൂർ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടല്ലല്ലോ ഈ പറയുന്നത്. പക്ഷേ 1000-ലധികം വോട്ട് കിട്ടിയല്ലോ.
പക്ഷേ അപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലല്ലേ അത്രയും വോട്ട് കിട്ടൂ. അതുകൊണ്ടല്ലേ പ്രവർത്തക സമിതി എന്ന നിലയിൽ അദ്ദേഹത്തെ അഡോപ്റ്റ് ചെയ്തത്. അഡോപ്റ്റ് ചെയ്യല്ല, അത് എതിരെ മത്സരിച്ചാൽ ഉൾപ്പെടുത്തണം. ഉൾപ്പെടുത്തണം എന്നുള്ളത് അതാ ആ പാർട്ടിയുടെ ജനാധിപത്യ മര്യാദയാ, അല്ലാതെ വീട്ടിൽ പോയി ഇരുത്തുകയല്ല. അങ്ങനെയല്ല, മത്സരിക്കേണ്ടതില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. 80 വയസ്സ് പൂർത്തിയായി, അല്ല 80 വയസ്സല്ലേ പൂർത്തിയാവുന്നത് ബിജെപിക്ക്? ബിജെപിക്ക് പൂർത്തിയായാൽ വീട്ടിലിരുത്തും എന്ന് പറഞ്ഞു. 75 വയസ്സ് പൂർത്തിയായാൽ മണ്ഡലിൽ കൊണ്ട് ഇരുത്തുകയല്ല ചെയ്യുക. അത് പാർട്ടിക്ക് എതിരാവുന്ന ആളുകളെ 75 വയസ്സാവുമ്പോൾ മണ്ഡലിൽ കൊണ്ട് ഇരുത്തുന്ന പരിപാടി കോൺഗ്രസിനില്ല. അപ്പോൾ തുനിഞ്ഞിറങ്ങിയോ തരൂർ എന്നുള്ളതായിരുന്നു ചോദ്യം. 5 പേരുടെ ഉത്തരവും യെസ് എന്നാണ്. Meet the editors.